ആരും സ്കിപ്പടിച്ച പോലെ എനിക്കൊരു കുറച്ച് സമയം തന്നെ. വേറെ ഒന്നുമല്ല സംഭവം, NH66, എല്ലാവർക്കും അറിയാം NH66. ഞാൻ അരൂര് വഴി ഇടക്കിടക്ക് ആലപ്പുഴ പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ സഞ്ചരിക്കുന്നവർക്ക് അറിയാൻ പറ്റും, അരൂര് തുടങ്ങി ഏകദേശം തുറവൂര് വരെ നമ്മൾ മേൽപ്പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് കുറേയൊക്കെ സഞ്ചരിക്കുന്നത്. എന്ത് വിശ്വസിച്ച് പോകും നമ്മളതിൽ? കണ്ടില്ലേ, കഴിഞ്ഞ ആഴ്ച വീണതാണ്. ഇനിയുമുണ്ട്. 2 സ്ഥലത്തായിട്ട് 2 ബീമുകളാണ് വീണത്. 2 ബീമുകൾ ഒന്ന് ആലോചിച്ച് നോക്കണേ. പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ മലപ്പുറം കൂരിയാടിൻ്റെ അവസ്ഥ. അവിടുത്തെ റോഡ് ഇടിഞ്ഞപ്പോഴേക്കും എല്ലാവരും അത് കണ്ടതാണ്, ഭയങ്കര ഫേമസ് ആയതാണുള്ളത്. എന്തൂന്നാ ശരിക്കും ഒരു ഇപ്പാണിത് കൂട്ടണത്. ഞാൻ കുറേയൊക്കെ നോക്കി, ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ എവിടെയെങ്കിലും ഇതിനെപ്പറ്റി പ്രതിഷേധിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട്. ഒരാളും പ്രവർത്തിക്കണം അതിനെ പറ്റിയിട്ട്, ഒരാളും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഇനി NH66 പാലമൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് എന്ത് വിശ്വസിച്ച് പോകും നമ്മളതിലേക്ക്? നമ്മുടെ കുടുംബമൊക്കെ കാറിനെ ബൈക്കിനൊക്കെ ഇട്ട് എങ്ങനെ പോകും അതിൻ്റെ പൊക്കത്ത്? പ്രതികരണ ശേഷിയൊക്കെ കുറഞ്ഞു നമ്മുടെ, അല്ലേ? സത്യമല്ലേ? ഒരാഴ്ച മുന്നെയാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള അപകടം നടന്നത്. അരൂർ തുറവൂർ റോഡിൽ അവിടെ ഒരു ബീം വീണത്. ഈ കഴിഞ്ഞ അപകടങ്ങളിലൊന്നും ആരും മരിക്കാത്തത് കൊണ്ടായിരിക്കാം ആരും പ്രതികരിക്കാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇനി കുറേ പേരെ കൊന്നിട്ട് പ്രതികരിച്ചിട്ടുള്ള കാര്യമുണ്ടോ? ആലോചിച്ചു.